അപ്പോൾ ഇന്ന് നമുക്ക് നല്ല മുഷി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അവിടെ നിങ്ങൾക്ക് കാണാം, അവിടെ കൂടിടുന്നിടത്ത് നിന്ന് നമ്മൾ ആർമിപ്രോ പോയി വാങ്ങിച്ചിട്ട് വന്നതാണ്. ഇവിടെ ട്രാക്ടർ ഓടിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ആ സൗണ്ട് ശരിക്കും നിങ്ങൾക്ക് കേൾക്കാൻ പറ്റാത്തത്. ട്രാക്ടർ ഓടുന്ന കാണുന്നുണ്ടല്ലോ അല്ലേ, ആ ട്രാക്ടർ ഓടുന്നത് കൊണ്ടാണ് സൗണ്ട് കിട്ടാത്തത്. എന്തായാലും ഇന്ന് നമ്മളൊരു നാച്ചുറൽ ലൈറ്റാണ് ചെയ്യാൻ പോകുന്നത്. ഇത് പിടയ്ക്കുന്നുണ്ട്, ജീവനുള്ള മീനാണ്. കേട്ടോ പിടയ്ക്കുന്നുണ്ടോ? നമ്മൾ നാച്ചുറൽ ലൈറ്റാണ് ചെയ്യാൻ പോകുന്നത്. കപ്പയും ഈ മീൻകറിയും കൂടെ വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ എന്തായാലും ക്യാംസെറ്റേഴ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് മീൻ കിട്ടിയിട്ടുണ്ട്. അടുത്ത നമ്മൾ കപ്പ പറിക്കാൻ വേണ്ടി പോവുകയാണ്. അതുകൊണ്ട് നമ്മുടെ സുവാരൻ ചേട്ടൻ ഇവിടെയുണ്ട്. ഇത് സുവാരൻ ചേട്ടൻ്റെ പറമ്പാണ്. സുവാരൻ ചേട്ടൻ നമുക്ക് 2 കേട് കപ്പ തരാതെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിന് ചോട്ടിൽ എത്രമാത്രം കപ്പ ഉണ്ടെന്നൊക്കെ ഒന്ന് പറിച്ച് നോക്കാം. ഓക്കെ, സുവാരൻ തകർത്താം. ആ, നമ്മൾ പറിക്കുവാണ്. നമുക്ക് നോക്കാം എത്ര ഉണ്ടെന്ന് ചോദിച്ചു. ഇതാണ് ഇതിൻ്റെ ചോട്ടിലുള്ളത്. ശരിക്കും നമുക്ക് ഒരു ചോട് തന്നെ മതിയെന്ന് തോന്നുന്നു. ധാരാളം അത്രത്തോളം ഉണ്ട് കപ്പ കേട്ടോ. ഇങ്ങനെ ദശ വിട്ടു വരും. ദശയല്ല, തൊലി. അത് പയ്യെ പയ്യെ ഇങ്ങോട്ട്
അപ്പോൾ നമ്മൾ മീനിൻ്റെ കുക്കിങ്ങിലേക്ക് കിടക്കുവാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് കറിവേപ്പില എടുത്തിട്ടുണ്ട്, ഇഞ്ചി എടുത്തിട്ടുണ്ട്, ഉണങ്ങിയ കുടംപുളി എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, മല്ലിപ്പൊടി, ഉലുവ, ചെറിയ ഉള്ളി, മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഇതിനകത്ത് ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഉപ്പ്, വെളിച്ചെണ്ണ, കടുക്, വെള്ളം, ഇത്ര സാധനങ്ങൾ വേണം. ഇഞ്ചി ഒന്ന് ഇടിച്ചെടുക്കണം. ഇഞ്ചി നമ്മളൊന്ന് ഇടിച്ചെടുത്തിട്ടുണ്ട്. എത്ര ഇടിഞ്ഞാൽ മതിയായിരുന്നു. ഉരുളി എടുത്ത് നമുക്കൊന്ന് ഇതിലേക്ക് വെക്കാം. അപ്പോൾ ചട്ടി നമ്മുടെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഒരു ശകലം എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. എണ്ണ ഒരു ശകലം നേരം ഒന്ന് ചൂടായിക്കട്ടെ. ചൂടായിട്ട് വേണം നമുക്ക് കടുകിടാൻ. അപ്പോൾ എണ്ണ ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് കടുക് വന്നിട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി തീരുമ്പോഴത്തേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഉലുവ, അതൊന്നാകുമ്പോഴത്തേക്ക് ശകലം ചുവന്നുള്ളി, നന്നായി വരുമ്പം ഒരു ശകലം വെളുത്തുള്ളി, കൂടെ ശകലം ഇഞ്ചി, കുറച്ചധികം കറിവേപ്പില തന്നെ ഇടുക. അപ്പം ഈ ആദ്യം ഇട്ടതെല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഓരോ മസാലയായിട്ട് ചേർത്ത് കൊടുക്കാം. ആദ്യം നമ്മൾ ശകലം മഞ്ഞൾപ്പൊടി ഇട്ടു, മല്ലിപ്പൊടി, ശേഷം നമ്മുടെ സാദാ മുളക് പൊടി, ഇനി കളറിന് വേണ്ടിയിട്ട് കാശ്മീരി, ഇനി ഇതിനകത്തൊരു ശകലം വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിനകത്തൊരു കുറച്ച് ഉപ്പ് നമുക്ക് എന്നിട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊന്നും ഒരു ചൂട് പിടിച്ചിട്ടുണ്ട്. പുളി നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി അതൊന്നിടാം. ഇതിൻ്റെ ഒരു 10-12 പീസുണ്ട് പുളി. ഇനി ഇതൊന്ന് തിളയ്ക്കുന്നതിന് വരെ മൂടി വെക്കണം. ഒന്ന് തിളച്ചതിന് ശേഷമാണ് നമ്മൾ മീനിടുന്നത്. നമ്മുടെ മുഷി നല്ല വൃത്തിയാക്കി തൊലിയൊക്കെ ഉരിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് വരയിട്ടെടുക്കാം. അധികം ആഴത്തിൽ മുറിക്കുന്നില്ല, ചെറുതായിട്ടേ മുറിക്കാം. ഇതൊരു വിധം തിളച്ചിട്ടുണ്ടാവും. നന്നായിട്ട് തിളയ്ക്കുന്നുണ്ടാവും. ഇനി ഇതിനകത്തോട്ട് നമ്മൾ വൃത്തിയാക്കിയ മുഷിയെ അങ്ങോട്ട് വെക്കുന്നതാണ്. അപ്പോൾ തിളയ്ക്കുന്ന സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. നമുക്കൊന്ന് പൊക്കി നോക്കാം എങ്ങനെ ഉണ്ടോ.
അടിപൊളി. അതേപോലെ അപ്പോൾ നമ്മുടെ തനി നാടൻ ഐറ്റംസ് തുറക്കുവാണ്. ഇത് കപ്പ കണ്ടോ, ഇത് നല്ല മഞ്ഞ കളറിൽ കാണുന്നത്, ഇതൊന്നും ചേർത്തിട്ടില്ല. ഇതാണ് ഈ കപ്പയുടെ കളർ. ഇത് നമുക്ക് കുറച്ച് ഇങ്ങോട്ടിടാം. നമ്മൾ കപ്പ പകുതി അങ്ങിട്ടു ഒന്ന് ചേർത്ത് വെക്കണം. നമ്മുടെ സുപ്രധാന ഐറ്റം തുറക്കാൻ വേണ്ടി പോവുകയാണ്. നല്ല ആവിയൊക്കെ വരുന്നുണ്ട്, കാണുന്നുണ്ടോ? ചാറൊക്കെ നന്നായിട്ടൊന്ന് ഒഴിച്ചിട്ട് നമുക്കിതെടുത്ത് അങ്ങോട്ട് കപ്പയുടെ മേളിലോട്ട് അങ്ങോട്ട് വെക്കാം. നമ്മൾ കാണുന്നുണ്ടോ? ഇത് എടുക്കുവാണ്. മുഴുവനായിട്ട് കറി വെച്ച നമ്മുടെ മുഷി കപ്പയുടെ മേളിലോട്ട് അങ്ങ് വെക്കുക. അടിപൊളി. ശകല ചാറ് കോരിയിട്ട് ഇങ്ങനെ തല മുതൽ ഇങ്ങനെ താഴോട്ടങ്ങ് ഒഴിക്കണം. അടിപൊളി. മുഴുവനായി കറി വെച്ച മുഷി ഒന്ന് കഴിച്ചു നോക്കേണ്ട സമയമാണ്. നമുക്ക് ആദ്യം ഒരു ശകല കപ്പ കഴിച്ചു നോക്കാം, ശേഷം നമ്മുടെ മുഷി കഴിച്ചു നോക്കാം. നല്ല കപ്പയാണ്, ശകലം പോലും കയ്പില്ല. ഈ മഞ്ഞ കളർ കാണുന്ന ശകലം പോലും കളർ ഇട്ടതല്ല കേട്ടോ, അതിൻ്റെ നാച്ചുറൽ കളറാണ്. എന്തായാലും കയ്പൊന്നുമില്ല, നല്ല കപ്പ തന്നെ. കപ്പയെക്കുറിച്ച് പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല. നമ്മുടെ മീൻ എങ്ങനെ ഉണ്ട് എന്ന് നോക്കിയിട്ട് ഞാൻ പറയാം. നല്ല കളറൊക്കെയാണ്, നല്ല സ്മെല്ലാണ്, ചൂടുമുണ്ട്. നല്ല ചൂടുണ്ട്. ഇതൊക്കെ നന്നായിട്ട് വെന്ത് നല്ല അടിപൊളിയായിട്ട് കിട്ടും. കഴിച്ച് നോക്കുവാണേ. മോനെ അടിപൊളി. കുറച്ച് കപ്പയുടെ ചേർന്ന് കഴിച്ചു നോക്കാം, രണ്ടുകൂടെ ഒന്നിച്ച്. ഒരു രക്ഷയില്ല. പുറത്ത് നല്ല മഴ, ചൂട് കപ്പ, മുഴുവനായിട്ട് കറി വെച്ച മുഷി, അപാര കോമ്പിനേഷൻ. എന്തായാലും നമ്മുടെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണും കൂടി ഒന്ന് അമർത്തി. അപ്പോൾ പുതിയ പുതിയ ക്യാമ്പിംഗ് വീഡിയോകളും പുതിയ പുതിയ കുക്കിംഗ് വീഡിയോകളുമായിട്ട് ഞങ്ങൾ അടുത്ത തവണ കാണുന്നതുവരേക്കും ദിസ് ഈസ് ടിജോ സൈനിങ് ഓഫ്.